ഗുഡ് ആഫ്റ്റർനൂൺ ടു എവരി വൺ. നമ്മളൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിത്തരും. നമ്മൾ നന്നായി കഴിക്കും, എണീറ്റ് പോകും. നമ്മളൊരിക്കലും അമ്മ കഴിക്കുന്നില്ലേ, അമ്മയ്ക്ക് കഴിക്കാനുണ്ടോ, അമ്മ കഴിച്ചിട്ടാണോ ഉറങ്ങുന്നതെന്ന് പലപ്പോഴും ചോദിക്കാൻ വിട്ടുപോകും, ചോദിക്കാറില്ല. ഇതാണ് സത്യം. ഇതുപോലെയാണ് നിങ്ങൾ മീഡിയക്കാരുടെ അവസ്ഥയും. എല്ലാ അവാർഡ് ഫങ്ഷൻസിലും പോകും, നിങ്ങളെല്ലാവരെയും കവർ ചെയ്യും, അത് പബ്ലിഷ് ചെയ്യും. ഫങ്ഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ വർക്ക് തുടങ്ങുന്നത്. നിങ്ങൾക്കത് പോയി എഡിറ്റ് ചെയ്ത് പിറ്റേ ദിവസം വരുത്തണം. എസ്പെഷ്യലി ബിസിനസ് ഈവൻസിന് നിങ്ങളെല്ലാം വിളിക്കും. ഞങ്ങൾ ഫങ്ഷൻ കഴിഞ്ഞ് പോവും, നിങ്ങൾ പോയിട്ട് ഞങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളിരുന്ന് വർക്ക് ചെയ്ത് പിറ്റേന്ന് രാവിലെ അത് പത്രത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ അത് കംപ്ലൈൻ്റായി, പ്രശ്നമായി. പക്ഷെ ഒരിക്കലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ എവിടെയാണ്, അവർ അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ച് കണ്ടിട്ടില്ല. വല്ലപ്പോഴും ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന അവാർഡുകൾ മാത്രമേ നമ്മൾ പലപ്പോഴും കാണാറുള്ളൂ, അല്ലെങ്കിൽ മീഡിയ വിഭാഗം തന്നെ അനൗൺസ് ചെയ്യുന്ന അവാർഡുകൾ. പക്ഷേ മീഡിയയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു അവാർഡ് വളരെ ചുരുക്കമാണ്. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഇൻഡിവിഡിൻ്റെ ഭാഗമായിട്ട് മീഡിയ രംഗത്തിന് അവരുടെ കറക്റ്റ് റെക്കമെൻഡേഷൻസ് വഴി തന്നെ ഓരോ ഫീൽഡിലും, ടെലിവിഷൻ ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ഭാഷകളിലും സെപ്പറേറ്റും നാഷണൽ വൈസും അവാർഡ്സ് കൊടുക്കാൻ തീരുമാനിക്കുകയും അത് നാഷണൽ രീതിയിൽ നമ്മൾ ഹൈദരാബാദിൽ വെച്ച് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഓരോ ഇൻഡിവിഡിൻ്റെ ചാപ്റ്റേഴ്സ് വെച്ചിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 600-ലേറെ മീഡിയയെ, എല്ലാ ലെജൻസിനെയാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇത്തവണ കേരളത്തിലും നമ്മൾ വീണ്ടും ഇതിനു മുമ്പ് നടത്തി, വീണ്ടും നമ്മൾ ഈ മീഡിയയിൽ അവാർഡ് സംഘടിപ്പിക്കുകയാണ്. ആ അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ആ മേഖലയിലെ ഏറ്റവും മികച്ചതായതുകൊണ്ട് മാത്രമാണ് ഇതിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളാരും ഞങ്ങളെ ആരെയും വിളിച്ചിട്ട് എനിക്കൊരു അവാർഡ് തരുമോ എന്ന് പറഞ്ഞിട്ടല്ല കോൾ അങ്ങോട്ട് വരികയായിരുന്നു. അങ്ങനെ കിട്ടുന്നൊരു അവാർഡിനൊരു പ്രത്യേക മധുരമാണ് ആക്ച്വലി. ഇന്നത്തെ കാലത്ത് പലപ്പോഴും അവാർഡുകൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്ന പോലെ കിട്ടാവുന്ന ഒരു ലോകത്ത് നമ്മളുടെ കഴിവിൻ്റെ അംഗീകാരം എന്ന നിലയിൽ വിളിച്ചു തരുമ്പോൾ അതിന് കിട്ടുന്നത് അതൊരു വെറും സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഭയങ്കര രസമല്ലേ. അപ്പം ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങുവാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞാനും പേഴ്സണലായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ചിലരെ, ഞാൻ പറയില്ല ആരാണെന്ന്. ഞാൻ ഒരാളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ എന്നെ വർഷങ്ങളായി സ്വാധീനിച്ച ഒരു വ്യക്തിയായിരിക്കണം. അല്ലാതെ ഇന്നലെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ട് ഒരു കോഫി കഴിച്ചതിൻ്റെ പേരിലുള്ള പരിചയത്തിൻ്റെ അല്ല, നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നിവിടെ കിട്ടുന്ന അവാർഡ് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്, ധൈര്യമായിട്ട് ആരെയും കാണിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ റിയൽ അംഗീകാരമാണ്. ഇന്ന് മുതൽ ഈ ഇൻഡിവിഡ് യാത്രയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുകയാണ്. കാര്യം നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ശക്തി ഞാൻ തിരിച്ചറിയുന്നത്, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു പക്ഷേ ഞാൻ ഈ സിനിമാ ലോകത്തേക്ക് ഇങ്ങനെ ഇത്ര ശക്തമായി വരില്ലായിരുന്നു, ആ ഒരു മൊമെൻ്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ. അത് 2002 എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ്. അതായത് ഞാൻ ഇതിനു മുമ്പ് ഗൾഫിൽ യുവജനോത്സവങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഇവിടെ വന്ന് വിഷ്വൽ മീഡിയയിലേക്ക് എങ്ങനെ കടന്നു വരുന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാതിരുന്നപ്പോഴാണ് ഒരു ഐഡിയ മനസ്സിൽ, ഒരു സ്പാർക്കായിട്ട് തോന്നിയതാണ് യങ് ടാലൻസിനെ കണ്ടുപിടിക്കുവാനായിട്ട്. അപ്പോൾ അതുവരെ ഞങ്ങൾ യുവജനോത്സവം വഴിയാണ് ഈ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്, ഈ കലാകാരന്മാരെ കണ്ടെത്തിയിരുന്നത്. റിയൽ ഇൻഡസ്ട്രിയിലേക്ക് ഇവരെ കൊണ്ടുവരണമെങ്കിൽ എന്താണ് മാർഗം ഉള്ളതാണ് തോന്നിയത്. ഒരു മ്യൂസിക് ആൽബം കുട്ടികളെ കൊണ്ട് തന്നെ ക്യാമ്പസുകളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക. അവർ തന്നെ എഴുതി, അവർ തന്നെ സംഗീതം കൊടുത്ത്, അവർ തന്നെ അഭിനയിച്ച്, അവർ ഡയറക്റ്റ് ചെയ്ത് ഏതാണ്ട് 22 പ്രൊഫഷണൽ മേഖലയിലേക്ക് നമുക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കാം. പക്ഷെ അതിന് വേണ്ടി ഒരു ഹാൻഡി ക്യാമിൽ ഇത് ഷൂട്ട് ചെയ്യുക. അന്ന് ഹാൻഡി ക്യാം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഒരു ഹാൻഡി ക്യാം ദുബൈയിൽ നിന്ന് വാങ്ങി. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഈ ഹാൻഡി ക്യാമിൽ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്താലുള്ള പോസിബിലിറ്റി എന്താണ്. അല്ലാതെ ഹാൻഡി ക്യാം അന്ന് ഇവിടെ നിന്ന് കോമൺ ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ഈ കൺസെപ്റ്റ് ഓഫീസിൽ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് നടക്കൂ. ഞാൻ കുറേ പേരോട് ചർച്ച ചെയ്തു. കാര്യം ഒന്നാമത് ഹാൻഡി ക്യാം വന്നിട്ടില്ല, മാർക്കറ്റിൽ ആരുടെയും കയ്യിലില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾ എങ്ങനെ ഇത് ചെയ്യും, ആര് ഇതിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ എറണാകുളം പ്രസ് ക്ലബ്ബിൽ പോയി 15 മിനിറ്റിൻ്റെ സ്ലോട്ട് എടുത്തു. എന്നിട്ട് ഈ കൺസെപ്റ്റ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പത്രത്തിൽ ചെറിയ ന്യൂസ് കൊടുക്കണം, ഇഷ്ടമുള്ള കുട്ടികൾ ഈ ഹാൻഡി ക്യാമിൽ ഇത് ഷൂട്ട് ചെയ്തിട്ട് ഒന്ന് അയക്കണം. യു വോണ്ട് ബിലീവ്
പിറ്റേന്ന് എല്ലാ മീഡിയയും അത് ക്യാരി ചെയ്തു, ചെറിയ ന്യൂസെങ്കിലും ആയിട്ട് എല്ലാവരും അത് ക്യാരി ചെയ്തു. 74 കോളേജസിൽ നിന്നാണ് പാർട്ടിസിപ്പേഷൻ വന്നത്. മെഡിക്കൽ കോളേജസ്, എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ ഇതിൽ പങ്കെടുത്തു. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും പാർട്ടിസിപ്പേഷൻ വരുന്നു, അതും ബ്യൂട്ടിഫുള്ളായിട്ട്. അന്ന് അതിൽ വന്ന കണ്ടൻസിൻ്റെ അത്രയും ക്വാളിറ്റി കണ്ടൻസ് ഞാൻ പലപ്പോഴും ഇവിടെ നമ്മുടെ മ്യൂസിക് ആൽബംസിൽ കാണാറില്ല. അതിൽ ഫസ്റ്റ് കിട്ടിയത് ആർട്സ് പ്രൊമോട്ട് ചെയ്യുന്ന കോളേജിലല്ല, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിനാണ് അന്ന് കിട്ടിയത്. മാത്രവുമല്ല അതൊരു റെവല്യൂഷൻ്റെ തുടക്കമായിരുന്നു. അന്ന് ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ മലയാളത്തിലുള്ള മിക്കവാറും എല്ലാവരും. സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാം. നിവിൻ പോളി അതിലൂടെ കാണുന്നവരാണ്, അൽഫോൻസ് പുത്രൻ അതിലൂടെ വന്നവരാണ്, ഇന്നുള്ള പല ക്യാമറാമാന്മാരും അതിലൂടെ വന്നവരാണ്. അന്ന് മീഡിയ ഒരു 15 മിനിറ്റ് മീഡിയയുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ ഉണ്ടായ ഒരു റെവല്യൂഷനാണ്. പിന്നീടാണ് ഇൻഡിവുഡിൻ്റെ പ്രവേശനം. ഇൻഡിവുഡ് തുടങ്ങുമ്പോൾ 70% ബോളിവുഡും 30% ബാക്കി ഇൻഡസ്ട്രിയും. ഈ ബോളിവുഡിനെ പേടിച്ച് അവസാനം ഞങ്ങൾ ഹൈദരാബാദിൽ പോയിട്ട് ഇത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം മറ്റുള്ളവരെ ഒന്നിപ്പിച്ചിട്ട് ബോളിവുഡിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു. ഇന്ന് ആ പ്രോസസ്സ് മാറിയിരിക്കുന്നു. അത് 70% ബോളിവുഡ് അല്ലാത്ത ഇൻഡസ്ട്രിയും 30% ബോളിവുഡുമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. ആ രീതിയിലാണ് മൊത്തം ട്രാൻസ്ഫോർമേഷൻ വന്നത്. പുതിയ പുതിയ ടാലൻസ്, നാഷണൽ ടാലൻറ്റ് ഹണ്ട് വന്നു ഇൻഡിവിഡിൻ്റെ. എല്ലായിടത്തും പുതിയ പുതിയ ടാലൻസ് വരുന്നു, അവരെ ഗൈഡ് ചെയ്ത് ഫിലിം സ്കൂൾസിലേക്ക് പോകുന്നു. നല്ല നല്ല ടാലൻസ് വന്നപ്പോഴത്തേക്ക് ദ മേക്കിംഗ് സ്റ്റൈലെല്ലാം മാറുന്നു. നമ്മൾ തിയേറ്റർ റെവല്യൂഷൻ തുടങ്ങി, സ്റ്റുഡിയോ റെവല്യൂഷൻ തുടങ്ങി, എല്ലാം മാറുന്നു. ഇതിനെല്ലാം ഞങ്ങളോടൊപ്പം നിന്നത്, കാര്യം ഞങ്ങളുടെ ഈ ഒരു കൺസെപ്റ്റിനെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന എല്ലാം ഈ ഇൻഡിവുഡിൻ്റെ മീഡിയ അവാർഡ്സ് കിട്ടിയ ആൾക്കാരായിരുന്നു, ഞങ്ങളുടെ വിന്നേഴ്സായിരുന്നു. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സായിട്ട് നിന്നുകൊണ്ട് ഈ കൺസെപ്റ്റുകൾ മുഴുവൻ കുട്ടികളിലേക്കും മറ്റും എത്തിച്ചത്. ഇത്തവണ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാര്യം നിങ്ങളുടെ പവർ അതാണ്. ഞാനിവിടെ നിന്ന് സംസാരിച്ചാൽ ഈ ഒരു 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കും, അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ പേജസിലെ കുറച്ച് പേര് കാണാതിരിക്കാം. പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരും ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന ഓരോന്നും എത്തിക്കുന്നത് മില്യൻസിലേക്കാണ്. നിങ്ങളുടെ മീഡിയ പേജസിലെ കുറച്ച് സ്പേസ് മതി കേരളത്തിൽ ഒരു റെവല്യൂഷൻ തുടങ്ങാൻ. ഞാൻ നിരാശയോടെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള മീഡിയാസ് എല്ലാം കയ്യിലുണ്ടായിട്ടും, അതായത് നല്ല മനോഹരമായ ഒരു സ്പേസിൽ നമ്മൾ ചവറ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത പലതും നിറച്ച് ആ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു സ്പേസിനെ ഇല്ലാതാക്കുന്നത് എന്തെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശത്തിന് വഴങ്ങിയേ നിങ്ങൾക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആലോചിക്കണം, ദൈവം എല്ലാവർക്കും ഈ മീഡിയ പ്രവർത്തകനായുള്ള കഴിവ് തന്നല്ല വിടുന്നത്. ഓരോന്നിനും കുറച്ച് പേരെ അയച്ചിട്ടുണ്ട്. ഈ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് നമ്മളുടേതായ ചില ഉത്തരവാദിത്വമുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശത്തിനപ്പുറം നമുക്ക് സൊസൈറ്റിയെ മാറ്റാനുള്ളൊരു കടമയുണ്ട്. അത് തരുന്ന ഒരു ഹാപ്പിനെസ് ആയിരിക്കണം നമ്മൾ വാങ്ങുന്ന സാലറിയേക്കാളും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള ഒരു ബോധം വരണം. ഞാൻ എൻ്റെ തൊഴിൽ ഷിപ്പ് ഡിസൈനറാണ്. എൻ്റെ ഉപജീവന മാർഗത്തിനുള്ള ധനം വരുന്നതും അതിൽ നിന്നാണ്. ഞാൻ ഒരിക്കലും സിനിമാ മേഖലയിൽ നിന്നോ ഈ പ്രവർത്തനത്തിൽ നിന്നോ 1 രൂപ പോലും എൻ്റെ പോക്കറ്റിൽ ഇന്ന് വരെ ഞാൻ വെച്ചിട്ടില്ല. ഞാൻ എല്ലാം എൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ സന്തോഷം, ഇതിലൂടെ ഞാൻ സമൂഹത്തിന് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം, അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ കിട്ടുന്ന ആ ഒരു ഊർജം, അത് ഞാൻ എൻ്റെ മറ്റ് പ്രൊഫഷനിൽ ഞാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആ ഒരു സന്തോഷം നേടണമെങ്കിൽ ഈ സോഷ്യൽ റെവല്യൂഷനിൽ നിങ്ങളും പങ്കെടുക്കണം. ഇന്ന് ഞങ്ങൾക്ക് ഇൻഡിവിഡിൻ്റെ ഓൺ ബിഹാഫ് ഓഫ് ഒരു കാര്യമേ പറയാനുള്ളൂ. അടുത്ത 5 വർഷം ഇൻഡിവിഡ് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് വേണ്ടി അക്കാഡമിക്സിനെ മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇൻഡസ്ട്രിയെ മൊത്തം മാറ്റുകയാണ്. നമ്മളുടെ അക്കാഡമിക്സ് ഇന്ന് നിൽക്കുന്നത് വേറെ ഏതോ തലത്തിലാണ്. നമ്മളൊക്കെ അതിൻ്റെ വിക്ടിംസാണ്. നമ്മൾ അക്കാഡമിക്സിൽ പഠിച്ച 50,000 മണിക്കൂറോളം നമ്മൾ അക്കാഡമിക്സിൽ എന്തൊക്കെയോ പഠിച്ചു. ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ഇപ്പം നിങ്ങളും അതിനെ ആലോചിക്കും, മീഡിയയിലേക്ക് നിങ്ങൾ വന്നിട്ട് ഒരു മീഡിയ പ്രവർത്തകൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ എഴുതണം എന്നുള്ളതെല്ലാം മിക്കവാറും നിങ്ങൾക്ക് കോൺഫിഡൻസ് തന്നത് ഇൻഡസ്ട്രി തന്നെയാണ്. നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നു, പക്ഷേ അതിനെ ഫൈൻ ട്യൂൺ ചെയ്തത് മുഴുവൻ ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രി നിങ്ങളുടെ കയ്യിൽ നിന്ന് 5 പൈസ വാങ്ങില്ല. അതേസമയം ഈ 50,000 മണിക്കൂറും നിങ്ങൾ അക്കാഡമിക്സിൽ പഠിച്ചപ്പോൾ സ്കൂളിലും ട്യൂഷന് പോയപ്പോഴും എല്ലാം വാങ്ങിയത് അക്കാഡമിക്സുകാർ തന്നെയാണ്. അവർ നിങ്ങളുടെ കരിയറിൽ എത്രമാത്രം നിങ്ങളുടെ റിയൽ ടാലൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അധ്യാപകനോ ഏതെങ്കിലും സ്കൂളുകാരോ നിങ്ങളെ എന്തെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ എവിടെയാണ് നിങ്ങളെന്ന്? ഇല്ല. അപ്പോൾ നമ്മളുടെ കരിയറിനെ ഡിസൈൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്കാണ്.
അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ. അതിനുവേണ്ടി അഗളിയിൽ, അതായത് ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്കൂൾ, അഗളി സ്കൂളിൽ ഇതിൻ്റെ ഒരു റെവല്യൂഷൻ തുടങ്ങി. അതായത് അധ്യാപകരൊന്നും വേണ്ട, ഒരു തിയേറ്റർ ക്ലാസ് റൂമും ഒരു ഫിലിം ക്ലബ്ബും മാത്രം മതി. ഇൻഡസ്ട്രിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ. ഈ 50,000 മണിക്കൂറിൽ ഒരു 1000 മണിക്കൂർ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. ഓരോ കുട്ടിയെയും കറക്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോവുകയും അതിലൊരു എക്സ്പേർട്ടായിട്ട് പോവുകയും ചെയ്യുന്ന രീതിയിൽ മോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെ തുടക്കം കുറിച്ചപ്പോഴും ഞങ്ങളെ സഹായിച്ചത് മീഡിയയാണ്. പക്ഷേ നമുക്ക് അവിടെ അത് മാത്രം പോരാ. നിങ്ങളുടെ ആ തുടക്കത്തിലുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രം ഇന്ന് അതിനെ ഫോളോ ചെയ്തതാണ് 55ഓളം സ്കൂളുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് അടുത്ത ഒരു വർഷമെങ്കിലും നിങ്ങൾ മുൻകൈയെടുത്ത് പേഴ്സണൽ ആർട്ടിക്കിൾസ് എഴുതി ആ റെവല്യൂഷൻ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ സ്കൂളിലും എല്ലാ കോളേജസിലും നമുക്ക് ഒരു ക്ലാസ് റൂമെങ്കിലും വേണം. കാര്യം ഈ ഒരു റെവല്യൂഷൻ നടത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു തിയേറ്റർ ക്ലാസ് റൂമാണ്. അതിന് അധിക സമയം 2 ആഴ്ച മതി ഒരു തിയേറ്റർ ക്ലാസ് റൂം സെറ്റ് ചെയ്യാനായിട്ട്. അഗളി സ്കൂളിൽ ഞങ്ങൾ 2 ആഴ്ച കൊണ്ടാണ് ചെയ്തത്. അതിൻ്റെ കണ്ടൻറ്റ്സ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. ഇനി മറ്റ് സ്കൂൾസിലേക്ക് ഇത് കൊടുത്താൽ മതി. ഈ കൺസെപ്റ്റ് കണ്ട് ആദ്യം മനസ്സിലാക്കിയത് മന്ത്രി ഗണേഷ് കുമാറാണ്. അദ്ദേഹം കണ്ടപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ വളകത്തെ സ്കൂളിൽ ഉടൻ തന്നെ അദ്ദേഹം ഒരു സ്പോൺസറെ കണ്ടെത്തി വിളിച്ച് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ തിയേറ്റർ ക്ലാസ് റൂം ഓപ്പണായി. ഇതെല്ലാം ഇവിടെ വരണം. ഈ ഒരു തിയേറ്റർ ക്ലാസ് റൂം ഉണ്ടെങ്കിൽ, ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾ ഇൻഡസ്ട്രിയിലേക്ക് വരില്ല, അവരുടെ കരിയർ ഡിസൈൻ പ്രോപ്പർ ആവില്ല. അവസാനം സംഭവിക്കുന്നത് ഈ കുട്ടികളെല്ലാവരും പഠിത്തം എങ്ങനെയെങ്കിലും 12th കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യ വിട്ടു പോകുന്നൊരവസ്ഥയിലേക്കാണ്. ഒരു കുട്ടി ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എത്രമാത്രം തകരുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. മിക്കവാറും പോകുന്നതിൽ ഒരു 80% മടങ്ങി വരില്ല. അവർ അവിടെ സെറ്റിൽ ആവുകയാണ്. ഒരിക്കലും അവിടെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രോപ്പർട്ടിയും കൂടി അവർ കൺവേർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റുകയാണ്. ഇന്ത്യൻ രൂപയിൽ കിട്ടുന്ന സാധനത്തിന് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നു. ദാറ്റ് മീൻസ് വീണ്ടും ഇന്ത്യൻ എക്കണോമിയെ ചോർത്തുകയാണ്. ഇതുകൂടാതെ പഠിത്തത്തിന് വേണ്ടി പണം ചോർത്തുകയാണ്. ഇന്ത്യൻ എക്കണോമിയെ മൊത്തം തകർക്കുന്ന ഒരു കുട്ടി വിദേശത്ത് പോയി പഠിച്ചു വരുമ്പോഴത്തേക്ക് മിനിമം ഒരു 25-30 ലക്ഷം രൂപ ചിലവാക്കില്ലേ? എത്ര ലക്ഷം ആൾക്കാരാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മളുടെ അക്കാഡമിക് സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി വാർത്തെടുത്ത് ഓരോ കുട്ടിക്കും അവർ ഫീസ് കൊടുത്ത് പഠിക്കുന്നതിന് പകരം ഇപ്പോൾ ഞങ്ങൾ ഡിസൈൻ ചെയ്തതനുസരിച്ചിട്ട് കുട്ടിക്ക് പണം ഇങ്ങോട്ടാണ് കിട്ടുന്നത്. ഞങ്ങളിപ്പോൾ അട്ടപ്പാടി സ്കൂളിൽ കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ. അവർ ഞങ്ങളുടെ കണ്ടൻറ്റ് കാണുന്നതിന് ഞങ്ങൾ പണം അങ്ങോട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് അവരുടെ ടൈമാണ്. ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന ട്രെയിനിങ് ഞങ്ങൾക്ക് സ്കൂളിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ കുട്ടിക്ക് പണം ഇങ്ങോട്ട് കിട്ടുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അതിലേക്ക് അവരെ നയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മീഡിയ പ്രവർത്തിക്കണം. അതുമാത്രമേ ഉള്ളൂ. ഈ ഒരു ഇന്ത്യവുഡ് അവാർഡിൽ ഞങ്ങൾ നിങ്ങളെ ആദരിക്കുമ്പോൾ തിരിച്ച് നിങ്ങളോട് യാചിക്കുകയാണ് എന്ന് വേണമെങ്കിൽ കരുതിക്കുള്ളൂ. അഭ്യർത്ഥിക്കുകയല്ല, യാചിക്കുകയാണ്. കാര്യം എനിക്ക് ഈ കാര്യത്തിൽ യാചനയുടെ ഭാഷ ഉപയോഗിക്കാനും മടിയില്ല. കാര്യം അത് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കുമെങ്കിൽ അത് ഉണ്ടാക്കട്ടെ. ഒരിക്കൽ കൂടി ഈ ചടങ്ങിന് വരികയും ഇത് ഭംഗിയാക്കുകയും ചെയ്ത എല്ലാ അവാർഡ് വിന്നേഴ്സിനും ഒപ്പം അവരോടൊപ്പം എത്തിയ മറ്റ് സദസ്യർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൻ്റെ മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നു. നന്ദി, നമസ്കാരം.